ഹലോ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്നും ഒരു റെസിപ്പി കാണലുണ്ടായിരുന്നു കേട്ടോ. വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ക്രിസ്പി ചിക്കൻ റാപ്പിന്റെ റെസിപ്പി. അപ്പൊ ഞാനത് ഇന്ന് ഉണ്ടാക്കി നോക്കിയതിന്റെ വീഡിയോ ആണ് കേട്ടോ. അത് എല്ലാവരും കണ്ടു നോക്കണേ. ക്രിസ്പി ചിക്കൻ റാപ്പ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് മാഗ്നേറ്റ് ചെയ്യാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും വലിയ ജീരകം അങ്ങനെ പേസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ചെറുനാരങ്ങന്റെ നീര്, മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ചില്ലി ഫ്ലെക്സും ഇത് ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ നല്ല രീതിക്ക് തന്നെ മാഗ്നേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് നല്ല രീതിക്ക് ചൂടാകുമ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ ആണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഒലീവ് ഓയിൽ പാർന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. പേര് പോലെ തന്നെ ചിക്കൻ നല്ല രീതിക്ക് തന്നെ ക്രിസ്പി ആയി വരണം കേട്ടോ. അങ്ങനെ ആയപ്പോ ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം കേട്ടോ. ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റും, അതുപോലെ തന്നെ വലിയ ഉള്ളി, ക്യാപ്സിക്കം, ഇത് മൂന്നാണ് കേട്ടോ ഞാൻ വെജിറ്റബിൾ ആയിട്ട് എടുക്കുന്നത്. അത് നല്ല വലുതാക്കി നീളക്കത്തിൽ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയുള്ളി വട്ടക്കത്തിലും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻസ് ആണ് സോസ് എന്ന് പറയുന്നത്. അത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സോസ് ഉണ്ടാക്കാനായിട്ട് തൈരില്ലേ, പുളി ഇല്ലാത്ത തൈര് കേട്, അതും അതുപോലെ തന്നെ മയോണൈസും, ചില്ലി ഫ്ലെക്സ്, കുറച്ച് ഉപ്പും അതിട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യട്ടോ. കുറച്ച് ചപ്പും ഇടുന്നുണ്ട്. അത് ഇട്ടിട്ടാണ് ഇതിന്റെ ഒരു സോസ് ഉണ്ടാക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു മുമ്പന്തിയിൽ നിൽക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സോസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആ റെസിപ്പിക്കുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടതാണ് ചപ്പാത്തി. ചപ്പാത്തി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ ആദ്യം അത് ഉണ്ടാക്കി വെച്ചതാണ്. എന്നിട്ട് ഒരു ചപ്പാത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ സോസ് ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അതും അതിന്റെ മേലേക്ക് കുറച്ച് എടുത്തതിന് ശേഷം നല്ല രീതിക്ക് അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ നീളക്കത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത ക്യാരറ്റും വലിയുള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഇത് മൂന്നും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മള് ചിക്കനും അതിന്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു റാപ്പ് എന്ന് പറയാനുള്ള കാരണം. പേര് തന്നെ ക്രിസ്പി ചിക്കൻ റാപ്പ് എന്നാണല്ലോ. അപ്പൊ പിന്നെ നല്ല രീതിക്ക് തന്നെ ചിക്കനും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ടൂപ്പിക്ക് എടുത്തുക്കാണ്ട് നല്ല രീതിക്ക് തന്നെ അത് മടക്കിയതിന് ശേഷം അതിങ്ങനെ കുത്തി കൊടുക്കാന്നിട്ട് ചെയ്യണത്. ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലായി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കുന്ന ആ സാധനം എപ്പോഴും ഞാൻ കാണലുണ്ട് കേട്ടോ. ഇത് ഭയങ്കര വൈറലായി. അപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ആദ്യം കാണുന്ന ഒരു സാധനമായിട്ടത്. പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടാകുമോ ഇല്ലേ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയത്. പക്ഷെ അതിന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ലുക്കൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല രീതിക്ക് ഉണ്ടാക്കി നോക്കാനുള്ള പൂതി കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാന് അതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ്. പക്ഷെ പേര് പോലെ തന്നെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുന്നത് മാത്രല്ല, എന്റെ കാക്കമാര്, കുട്ടികളെ, താത്തമാര് ഇവരൊക്കെ തിന്നുന്ന ഒരു റിവ്യൂ ഇതിലുണ്ട് കേട്ടോക്കെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. ഇതിന്റെ റിവ്യൂ നിങ്ങൾ കേട്ടില്ലേ? ഓല് പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. താത്തമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ.